കണ്ണു തുറക്കല്ലേ? ആ വാ എന്നടക്കി കുട്ട. ആ വിഷുവായിട്ട് വാ തുറന്നാണ് അണ്ണാക്കി വെച്ചോളൂ. പിന്നെ എങ്ങനെ? പിന്നെ കണ്ണു തുറക്കും. ദൈവമേ, സമ്പൽ സമൃദ്ധിയുടെ ഒരു വിഷു ആയിരിക്കണേ. ഇതെന്താ ഇങ്ങനെ? ആപ്പിളിന് 350, മുന്തിരിങ്ങായ്ക്ക് 200, കടച്ചക്കായ്ക്ക് 150. എന്തോ വേണം? ഇതാ അതിലും നല്ലത്. 500 രൂപയുടെ മാല മേടിക്കാൻ അറിയാലോ. ഒരു 100 രൂപയ്ക്ക് ഒരു ആപ്പിൾ മേടിക്കാമല്ലോ 100 രൂപയ്ക്ക്. എന്തായിരുന്നു മേടിക്കാൻ വയ്യായിരുന്നു? 300 രൂപയുടെ കമ്പി സാരമില്ല. കുപ്പിവള ഇട്ടു നടക്കുന്നു. ഒരു എന്തെങ്കിലും ഒക്കെ ഒരു സാധനം മേടിച്ചു വെച്ചൂടെ? എന്തായിരുന്നു? എവിടെ ആയിരുന്നു? മേടിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ എന്തോ എന്നോട് പറഞ്ഞത്? എനിക്ക് വയ്യ, അമ്മ പോയി മേടിച്ചോണ്ട് വരാനെന്ന്. ഈ ചക്ക എവിടുത്തെ? ചക്ക എവിടത്തെയാന്ന് വെച്ചാൽ അത് ചക്ക പ്ലാവേലെ. ചക്ക പിന്നെ മാവേലുണ്ടാവും. ഉണ്ടാവും. അച്ഛനും അമ്മയും വരെ കൃത്രിമമാ. പിന്നെന്താ ഫ്രൂട്ട്സ് ഉണ്ടാക്കിയാൽ? ചക്ക രമണിയുടെ അങ്ങനത്തെ ചക്ക രമണി അങ്ങനത്തെ ഒന്നും അല്ല. വെള്ളരിക്ക ഇത്രയെല്ലാം ഒപ്പിച്ചില്ലേ? അത് മതി. എന്തെങ്കിലും മേടിച്ചോണ്ട് വരാൻ പറയുമ്പോ അവർക്ക് അങ്ങോട്ട് പോകാൻ വയ്യ. ഇത്രയും ചെറിയ അപ്പുറത്ത് നിന്നതാ ഇവിടുത്തെ ഇത്രയും ചെറുത്. എങ്ങനെ ഒപ്പിക്കുന്നതൊക്കെ? ഈ ലാഭം പിടിച്ചുള്ള വിഷു ആദ്യമായിട്ട് കാണുക. കുറ്റം പറയാൻ നല്ല മിടുക്ക. ഇതെല്ലാം പോയി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് അല്ല, നിനക്ക് 1000 വട്ടം വണ്ടി എടുത്തോണ്ട് പോകാനാവുമല്ലോ. 1000 രൂപയുടെ സാരി ഉടുക്കാൻ എല്ലാം ഇടാം. അവർക്ക് ഒരു 10-200 രൂപയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചു വെക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഇത് മതി. ഞങ്ങൾ ഇത് അംഗീകരിച്ച് വേണേ കണ്ടാ മതി. എന്തു ഇത്? 1000 വട്ടം വണ്ടി എടുത്ത് അവർക്ക് മാവേലിക്കരയിൽ അവിടെ ഇവിടെ പോകാനാവും. വീട്ടുകാരെന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. മോന് കൈനീട്ടം വേണ്ടായോടാ? ചോദിക്കാൻ വരുവായിരുന്നു, അയക്കുന്നില്ലേ? ഓ പിന്നെ എല്ലാവർക്കും അയച്ചു തരാം. ഗൂഗിൾ പേ പിന്നെ എല്ലാവരും അവിടെ നില്ല മക്കളെ. അമ്മ ഇപ്പൊ റെഡിയാക്കി തരാം. എല്ലാവർക്കും തരാം മോനെ. ഇപ്പൊ അയക്കാം. അവിടെ നില്ലേ. ഓക്കെ. 1 രൂപയോ? ആ ഗൂഗിൾ പേ വന്നത് പിന്നെ 1 രൂപ അമ്മ അയക്കത്തുള്ളൂ. അതിനപ്പുറത്ത് 2 പൂജ്യം ഇടാമല്ലോ. ഇപ്പഴത്തെ 2 പൂജ്യം ഇട്ടിട്ടുണ്ട്, അത് മതി. അത് അംഗീകരിച്ചാൽ മതി. ഇരിക്കുവാ താറും പാച്ചി 5-6 പൂജ്യം ഇട്ട് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നോ. വേണ്ടടാ, എൻ്റെ അച്ഛൻ വിളിക്കുന്നടാ. അയ്യോ, 10 രൂപ എന്നിട്ട് 1000 രൂപയുടെ കണക്ക് പറയാനല്ലേ? 1 രൂപ തരുകയും ചെയ്യും. വല്ലപ്പോഴും ഒരു വർഷം മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കും. അതിനും ഭേദം സംസാരിച്ചു. ഞാൻ ഇല്ലെന്ന് പറഞ്ഞേരെ. സംസാരം കേട്ടാ തോന്നുന്നു റിട്ടയർഡാ. എന്നാലും 1000 രൂപ തരത്തില്ല, 10 രൂപ തരുന്നത്. 10 രൂപ തരുമ്പോഴെങ്കിലും നീ കൈനീട്ട് മേടിക്കല്ലോ. പിന്നെ അല്ല, അങ്ങനെയുള്ളവർ മേടിക്കരുത്. പിന്നെ കൈനീട്ടം മേടിക്കണം. 10 രൂപ എന്നിട്ട് 10 വർഷം പറഞ്ഞു നടക്കുന്ന എന്തിനാ? സാരമില്ല. അത് ശീലിച്ചവർ അതേ പറഞ്ഞുകൊണ്ട് നടക്കും, ഉറപ്പാ. എന്നാലും നീ എന്തിനാ മേടിക്കാൻ പോയത്? അച്ഛാ എനിക്ക് വേണ്ട, ഇന്നാ തിരിച്ചു വെച്ചോന്ന് പറയണം. അതാ ഇങ്ങനെ തരും, തിരിച്ചും കൊടുക്കുക. എന്നിട്ട് കൊടുത്തില്ലല്ലോ. വെച്ച് പോക്കറ്റിനകത്തോട്ട് വെക്കുന്ന ഞാൻ കണ്ടല്ലോ ഒന്ന്. പാചകം അടിക്കുന്നിരുന്നോണ്ട്. വിഷുവായിട്ട് ഉളുന്തി മൊത്തം ഒരു ക്രിസ്ത്യൻ രാധം കിടന്ന് വിലസുന്നുണ്ട്, കണ്ടായിരുന്നു? നോക്കിക്കേട്ടെ, കള്ളക്കണ്ണൻ കൃഷ്ണൻ, സൂപ്പർ രാധയുണ്ട്. ഓ എനിക്ക് വയ്യ. നല്ല കൃഷ്ണനും നല്ല രാധ. വാ തുറന്നാ തെറി പറയുന്ന രാധ. കൃഷ്ണനും രാധ. അയ്യോ, നിങ്ങളൊന്നും പറയുന്നില്ല. ഇത് ഉളുന്തി മൊത്തം ഇതാ. ഈ കൃഷ്ണന്റെ ഇഷ്ടം ഇങ്ങനെ ഇരിക്കുന്നത്. ഈ കൃഷ്ണന്റെ കൈ എന്താ ഇങ്ങനെ ഇരിക്കുന്ന? എന്തുവാ? വരദാനം അല്ലേ? വരദാനം, നല്ല വരദാനം. അയ്യോ നല്ല രസമുണ്ട് മോനെ. അതെ അതെ. എന്താടി ഇന്ന് വിഷുവാന്ന് നിനക്കറിയായിരുന്നോ? ഇപ്പൊ സമയം എന്തുവായി? പറയടി. അവൾ ഇപ്പം വിളിക്കാൻ വന്നേക്കുന്ന എന്നോട്. നീ എൻ്റെ അനിയത്തിയാണോ? ആണോ? ഇടി മൂത്തവരെയൊക്കെ രാവിലെ വിളിച്ചു ഒരു വിഷു അല്ലയോ, ഒരു നല്ല കൊടുക്കണം മൂത്തവർക്ക്. അറിയാമോ? അപ്പൊ മൂത്തവർക്ക് കൊടുക്കണം, മൂത്തവരുടെ മക്കൾക്കും കൊടുക്കണം നേരത്തെ. ആ വല്ലപ്പോഴും വിളിച്ചിട്ടൊന്നും കാര്യമില്ല. കിന്നാരിയേ, നീ എന്തെടുക്കുമായിരുന്നു ഇത്രയും നേരം? ഉണ്ണിക്കുട്ടനാ, അവൻ പറയുന്നത് ശരിയല്ലയോ? എടി ഒരു കൈനീട്ടം തരുവോ? ഒന്നും ചെയ്യണ്ട. കുറച്ച് കൂടുതലൊക്കെ തരാം കൈനീട്ടം. ഒരാശംസ ഇട്ടാ പോരാ? ഒന്ന് വിളിച്ച് അക്കേ വിഷു ആശംസകൾ എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമല്ലയോ മോളെ? നീ നിന്റെ കൂട്ടുകാരെ സായി സൂയി അവിടെ ഉള്ളവരെ എല്ലാം നീ വിളിച്ചു കാണുമല്ലോടോ അല്ലയോ? ഏടി സായിക്കാരെയും അവിടെ ഇവിടെ എല്ലാം നീ വിളിച്ചല്ലോ. നീ എന്നിട്ട് ഞങ്ങളെ വിളിച്ചോ? കൈനീട്ടം ഉള്ളത് ഇങ്ങനെ ഗൂഗിൾ പേ ചെയ്ത് തരണേ മോള്. വിളിച്ചില്ലേലും സാരമില്ല. ഒക്കെ ചുമ്മാ പറഞ്ഞേ. 1000 രൂപ തരണം കേട്ടോ. എനിക്കൊരു 1000 രൂപ തരണേ. വിഷുവായിട്ട് എന്തോ സ്പെഷ്യല്? വേണ്ട, മോദക്കറി, മോദയോ? പരിപ്പ്, പപ്പടം, പിന്നെന്തുവാ
തീയല് തീയൽ അമ്മ ഉണ്ടാക്കിയല്ല ലീലാമ്മ കൊണ്ട് കൊടുത്തത്. അതാടാ മോര് കാച്ചി മോര് കാച്ചി എന്തോ പാലട പാലട അല്ല സേമിയ മിക്സ് ഇട്ട് കലക്കി. അല്ല പാലടയാ പിന്നെ എന്തെങ്കിലും ആട്ടെ. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ബാ പാലട ഉണ്ടാക്കി പാലട ഉണ്ടാക്കിയ നാളൻ ഇതാണ്ടേ പാലട ഉണ്ടാക്കിയ ആള് അണ്ണൻ മിക്സ് ആയിരുന്നു മിക്സ് ഇട്ട് കലക്കി. എന്തെങ്കിലും ആട്ടം ഉണ്ടാക്കിയല്ലോ നിങ്ങൾ എന്തുവാ ചെയ്തത്? ആ വിഷു ആശംസകൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു. കുഞ്ഞു പിള്ളേരെ കയ്യിൽ നിന്ന് കൈനീട്ടം മേടിച്ചിട്ട് നാണമില്ലല്ലോ കിടന്നുറങ്ങാനാ. ആ പൈസ മേടിച്ചിട്ട് ഐസ്ക്രീമും മേടിച്ച് നിന്നോണ്ട് കിടക്കുന്നു. എടാ നീ എന്തെങ്കിലും ആ കുഞ്ഞിന് കൊടുത്തോടാ. ഡിച്ചു മോന് ആ പാവം കരയുമായിരുന്നു രാവിലെ വിളിച്ചിട്ട്. ആ ഡിച്ചു എന്ന് പറഞ്ഞ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് 50 രൂപ കൈനീട്ടം മേടിച്ചിട്ട് നീ പറഞ്ഞില്ലേ 500 രൂപ കൊടുക്കാമെന്ന്. എന്നിട്ട് നീ 1 രൂപ കൊടുത്തോടാ. അതെന്തോ കരച്ചിലായിരുന്നു രാവിലെ എന്നെ വിളിച്ചേച്ച്. 7 വയസ്സുള്ള കുഞ്ഞിനെ പറ്റിക്കുന്ന 70 വയസ്സുകാരനായ കിളവന. വിത്ത് ഗുണോ പണ്ട് നിൻ്റെ അച്ഛനും ഇതൊക്കെ തന്നെ ആയിരുന്നു പണി. പണ്ട് മാല മേടിച്ച് പണയം വെക്കും, എന്നിട്ട് ഇപ്പം കൊണ്ടുതരാം 1 മാസത്തിനാവും. പിന്നെ 5 വർഷത്തേക്ക് കഴിഞ്ഞ് നോക്കണ്ട, അത് കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. അതേ പണിയാണ് നിനക്കും. കഷ്ടം. എൻ്റെ കുഞ്ഞിന് രാവിലെ പൈസ അയച്ചു കൊടു ആ ഡിച്ചൂന്. അത് ഭയങ്കര ബഹളം അത് കടന്ന്.